الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قال فبما أغويتني لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരായ നമ്മുടെ ആജന്മ ശത്രുവാണ് പിശാച് എന്ന് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടനവധി ഹദീസുകളും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മെ വഴിതെറ്റിക്കുവാനും അപകടത്തിൽപ്പെടുത്തുവാനും പല പല സൂത്രങ്ങളും തന്ത്രങ്ങളുമായി അവൻ വന്നുകൊണ്ടിരിക്കും. മനുഷ്യരായ നാം ഓരോരുത്തരെയും വഴിതെറ്റിക്കുവാൻ വേണ്ടി വലവിരിച്ച് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് പിശാച് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി നമുക്കെതിരിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആ ശത്രുവിനെ സംബന്ധിച്ച് നമ്മൾ വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും വേണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ആ കെണികളിൽ പെട്ടുപോകാതിരിക്കാൻ പരിശുദ്ധ ഖുർആനും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമുക്ക് പല കാര്യങ്ങളും ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്. 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 6-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ.
തീർച്ചയായും പിശാച് നിങ്ങളുടെ ശത്രുവാണ്. ആ ശത്രുവിനെ, പിശാചിനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. അവൻ അവന്റെ കൂട്ടാളികളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് കത്തിയാളുന്ന നരകത്തിന്റെ ഇന്ധനങ്ങളായി, വിറകുകൊള്ളികളായി തീരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടൊരിക്കലും നിങ്ങൾക്ക് ഭംഗിയാക്കി തോന്നിപ്പിക്കുന്ന, അലങ്കൃതമായി തോന്നുന്ന ആ കാര്യങ്ങളിലേക്ക്, പിശാചിന്റെ ഉപദേശങ്ങൾക്ക് ചെവി കൊടുത്ത് നിങ്ങൾ ചെന്നാൽ എത്തിപ്പെടുന്നത് ആ നരകത്തിന്റെ അടിത്തട്ടിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവവും അപകടങ്ങളും മനസ്സിലാക്കിയ പണ്ഡിതന്മാർ ഇസ്ലാമിക സമൂഹത്തിൽ ധാരാളം കഴിഞ്ഞുപോയിട്ടുണ്ട്. അവർ സമൂഹത്തെ പല രീതിയിൽ ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്, ഗ്രന്ഥങ്ങളായും ഉത്ബോധനങ്ങളായും ഒക്കെ. അതിലേറെ പ്രസിദ്ധമാണ് അല്ലാമ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തൽബീസു ഇബ്ലീസ് എന്ന് പറയുന്ന ഗ്രന്ഥം. പിശാച് മനുഷ്യനുണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പ്രത്യേകം പറയുന്നു. ഒന്ന് തൽബീസും മറ്റൊന്ന് ഗുറൂറുമാണ്. എന്ന് പറഞ്ഞാൽ അത്തൽബീസു ഹുവ ഇൽഹാറുൽ ബാത്തിലി അലാ ഫീ സൂറത്തിൽ ഹഖ്. തൽബീസ് എന്ന് പറഞ്ഞാൽ ആളുകളെ പൊട്ടീസാക്കുക, ആശയക്കുഴപ്പത്തിലാക്കുക. ബാത്തിലായ നിരർത്ഥകമായ കാര്യങ്ങളെ സത്യത്തിന്റെ രൂപത്തിൽ പിശാച് വന്ന് അവതരിപ്പിക്കും. അപ്പോൾ ആ പിശാചിന്റെ വാക്കുകൾക്കും ഉപദേശങ്ങൾക്കും ചെവി കൊടുക്കുന്ന ആളുകൾ അത് തരക്കേടില്ലല്ലോ, അത് നല്ലതാണല്ലോ എന്ന് കരുതി അവന്റെ കെണിയിൽ പെട്ടുപോകും. അതാണ് തൽബീസ്. മറ്റൊന്ന് ഗുറൂർ, നൗഉ ജഹ്ലിൻ യൂജിബു ഇഅ്തിഖാദൽ ഫാസിദി സ്വഹീഹ വറദീഅ ജയ്യിദ. ഒരു തരം കബളിപ്പിക്കലാണ് ഗുറൂർ എന്ന് പറഞ്ഞാൽ. അഥവാ അജ്ഞത, നമ്മുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് യൂജിബു ഇഅ്തിഖാദൽ ഫാസിദി സ്വഹീഹ, തെറ്റായത് ശരിയാക്കി തോന്നിപ്പിക്കും. അതേപോലെ തന്നെ വറദീഅ ജയ്യിദ, വളരെ മോശപ്പെട്ട സംഗതിയെ ഏറ്റവും നല്ലതായി നമുക്ക് അലങ്കൃതമാക്കി, നന്നാക്കി തോന്നിപ്പിക്കും. അതിന്റെ കാരണം വസബബുഹു വുജൂദു ശുബ്ഹത്തിൻ, ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ, സംശയങ്ങൾ, ശുബ്ഹത്തുകൾ നമുക്കുണ്ടെങ്കിൽ, കൺഫ്യൂഷനായ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തതയില്ലാത്തൊരു സംഗതി നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിലൂടെയായിരിക്കും പിശാച് കടന്നു വരിക. وأوجبت ذلك وإنما يدخل إبليس على الناس بقدر ما يمكنه ويزيد تمكنه منهم ويقل على مقدار يقظتهم وغفلتهم وجهلهم وعلمهم. നാല് കാര്യങ്ങളിലൂടെയാണ് പിശാചിനെ അവന്റെ കെണിയിൽപ്പെടുത്തുവാൻ മനുഷ്യരെ എല്ലാവരെയും സാധിക്കുന്നത്. അവന്റെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ചുള്ള ജാഗ്രതയും ശ്രദ്ധയും എത്ര കണ്ടുണ്ടോ, വഗഫ്ലതിഹിം, അവരുടെ അശ്രദ്ധ എത്ര കണ്ടുണ്ടോ, അതിന്റെ ഏറ്റ വ്യത്യാസത്തിനനുസരിച്ച് പിശാച് അവരെ ആക്രമിക്കുകയും അവരുടെ കൂടെ കടന്നുകൂടുകയും ചെയ്യും. വജഹ്ലിഹിം വഇൽമിഹിം, ആ പിശാചിന്റെയും പിശാചിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഓരോരുത്തരുടെയും അജ്ഞത എത്രമാത്രമുണ്ടോ, അതേപോലെ അവരുടെ ഇൽമ്, ധാരണ എത്രമാത്രമുണ്ടോ, അതനുസരിച്ചായിരിക്കും ഓരോരുത്തരെയും അവന് പിടിക്കുവാനും അവന്റെ പാട്ടിലാക്കുവാനും ഒക്കെ സാധിക്കുക. അതുകൊണ്ട് അജ്ഞതയും അശ്രദ്ധയുമാണ് പിശാച് കടന്നു വരുന്ന വാതിലുകളെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ അറിവ് കൊണ്ടും ജാഗ്രത കൊണ്ടും ആ വാതിലുകൾ അടച്ചിടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പടച്ച റബ്ബിന്റെ തൗഫീഖോടുകൂടി തീർച്ചയായും നമുക്ക് റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാൻ സാധിച്ചാൽ പിശാച് കടന്നു വരുന്ന എല്ലാ വഴികളെയും വാതിലുകളെയും ബന്ധിക്കുവാനും ജാഗ്രതയോടുകൂടി സുരക്ഷിതരായി നമുക്ക് മുന്നേറുവാനും സാധിക്കും. മനുഷ്യൻ അള്ളാഹുവിന്റെയും പിശാചിന്റെയും ഇടയിൽ കിടക്കുകയാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. താബിഈ പണ്ഡിതനായ മുത്തരിഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്ന ഇബ്ന ആദം മുൽഖൻ ബൈന യദയില്ലാഹി അസ്സ വജൽ വബൈന ഇബ്ലീസ്. ഇബ്ലീസിന്റെയും പടച്ചറബിന്റെയും ഇടയിലാണ് മനുഷ്യൻ കിടക്കുന്നത്. ഫമൻ ശാഅ അൻ യഅസിമഹു അസമഹു, ആരെയെങ്കിലും പടച്ചറബ് രക്ഷപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചാൽ, അഥവാ അള്ളാഹുവിലേക്ക് ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, പടച്ചറബിന് ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളിലൂടെ, ഇബാദത്തുകളിലൂടെ അടുത്തുകൊണ്ട് സുരക്ഷിതമായൊരു കവചം തീർക്കുവാൻ ഒരാൾ തീരുമാനിച്ചാൽ, ആഗ്രഹിച്ചാൽ, അസമഹു, അള്ളാഹു അയാളെ രക്ഷപ്പെടുത്തും, അള്ളാഹു അയാളെ കാക്കും. വഇൻ തറക്കഹു, എന്നാൽ ഇങ്ങനെയുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും എടുക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം പടച്ചറബ് കൈയൊഴിച്ച ആള് ദഹബ ബിഹി ഇബ്ലീസ്, ഇബ്ലീസ് അവനെ കൊണ്ടുപോകുമെന്നാണ്. അതിനാൽ നിരന്തരം ദിക്ർ, ദുആകളിലൂടെ, ഇബാദത്തുകളിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ റബ്ബിലേക്ക് അടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും
ബിസ്മില്ല പറഞ്ഞുകൊണ്ട്, ഒന്ന് എന്തെങ്കിലും ചെറിയൊരു ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിലും ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിച്ചാൽ പിശാച് നിരാശനാകും. എനിക്കതിൽ ചേരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് പിശാച് വഴിമാറി നടക്കുമെന്ന്. അതേപോലെ ഭക്ഷണത്തിന്റെയും വെള്ളം കുടിയുടെയും ഒക്കെ ശേഷം അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് കടക്കുമ്പോൾ വലതുകാല് വെച്ചുകൊണ്ട് ബിസ്മില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്ദർഭത്തിലൊക്കെ നിരാശനായി പിശാച് മാറിപ്പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പക്ഷേ നമ്മൾ അശ്രദ്ധരാകുന്നത് കൊണ്ട് വലിയൊരു റിസ്ക് ഇല്ലാത്ത വളരെ സാവകാശം, വളരെയധികം പ്രയാസങ്ങളില്ലാതെ നമുക്ക് ചൊല്ലാവുന്ന ഇത്തരം ദിക്റുകളും സുരക്ഷാ മാർഗങ്ങളും ഒക്കെ അവഗണിക്കുമ്പോൾ പിശാച് നമ്മുടെ കൂടെ കൂടുകയാണ്, തിന്നുമ്പോഴും കുടിക്കുമ്പോഴും എല്ലാ രീതിയിലും. സലഫുസ്സാലിഹീങ്ങളിൽപ്പെട്ട ഒരു പണ്ഡിതൻ തന്റെ ശിഷ്യരോട് പറഞ്ഞ കാര്യം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു അസറായി അവിടെ ഉദ്ധരിക്കുകയാണ് അദ്ദേഹത്തിന്റെ തൽബീസു ഇബ്ലീസ് എന്ന ഗ്രന്ഥത്തിൽ. എന്താണ് ചോദ്യം? ശിഷ്യന്മാരോട്, വിദ്യാർത്ഥികളോട് ചോദിക്കുന്നു, മാ തസ്നഉ ബിശ്ശൈത്താൻ ഇദാ സവ്വല ലകൽ ഖതായ. തെറ്റായ കാര്യങ്ങൾ, ഹറാമായ സംഗതികൾ പിശാച് നിങ്ങൾക്ക് അലങ്കൃതമായി ഭംഗിയാക്കി തോന്നിപ്പിച്ചാൽ നീ എന്തു ചെയ്യും? അപ്പോൾ ആ വിദ്യാർത്ഥി പറഞ്ഞു, ഉജാഹിദുഹു, ഞാൻ അവനോട് ജിഹാദ് ചെയ്യും, ധർമ്മസമരം ചെയ്യും, ഞാൻ പിശാചുമായി മല്ലടിക്കും, പോരടിക്കും. ഖാൽ ഫഇൻ ആദ, അങ്ങനെയാണെങ്കിൽ വീണ്ടും പിശാച് വന്നാലോ? ഒരു വഴിയിലൂടെ നിന്നെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല, മറുവഴിയിലൂടെ പിശാച് വന്നാൽ? അപ്പോഴും അയാളുടെ മറുപടി ഉജാഹിദുഹു, ഞാൻ വീണ്ടും ആ പിശാചുമായി മല്ലടിക്കും എന്നാണ്. വീണ്ടും ചോദിച്ചു ഗുരുനാഥൻ. അപ്പോൾ വീണ്ടും അതേ ഉത്തരമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഹാദാ യതൂൽ, ഇത് ദീർഘമായി അങ്ങനെ പോകും, അവിടെ നിങ്ങൾക്ക് വിജയം വരിക്കുവാൻ സാധിക്കുകയില്ല. അറഅയ്ത ഇൻ മറർത ബിഗനമിൻ ഫനബഹക കൽബുഹ, നീ ഒന്ന് ആലോചിച്ചു നോക്കുക, നിങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആട്ടിൻ പറ്റങ്ങളുണ്ട്, ആ ആട്ടിൻ കൂട്ടത്തെ സംരക്ഷിക്കുവാനും അതിന്റെ കാവലായി നായ്ക്കളും ഉണ്ടെങ്കിൽ, പട്ടികളും ഉണ്ടെങ്കിൽ, ആ പട്ടികൾ നിങ്ങളുടെ നേരെ കുരച്ചു ചാടിക്കൊണ്ടിരിക്കുന്നു. ഔ മനഅക മിനൽ ഉബൂർ, നിനക്ക് ആ വഴിയിലൂടെ നടന്നു പോകാൻ സമ്മതിക്കാതെ നായ്ക്കൾ നിന്റെ വട്ടം കൂടിക്കഴിഞ്ഞാൽ മാദാ തസ്ന, നീ എന്തു ചെയ്യും? അപ്പോഴും ആ വിദ്യാർത്ഥി പറഞ്ഞു, ഉഖാബിദുഹു വ അറുദ്ദുഹു ബിജുഹദി, എന്റെ കഴിവിന്റെ പരമാവധി ശേഷി ഉപയോഗിച്ച് ആ പട്ടിയെ ഞാൻ ഓടിച്ചു കളയാൻ വേണ്ടി പരിശ്രമിക്കും. അപ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, ഹാദാ യതൂലു അലൈക്, ഇത് നിനക്ക് വിജയം നേടുവാൻ, നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയാത്ത കുറെ അധ്വാനം ആവശ്യമായ സംഗതിയായിരിക്കും. വലാകിൻ, എന്നാൽ നീ ചെയ്യേണ്ടത്, ഇസ്തഇൻ ബിസാഹിബിൽ ഗനം യകുഫുക അൻക, ആ ആടുകളുടെ ഉടമസ്ഥനുണ്ടായിരിക്കും, ആ നായ്ക്കളെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന യജമാനുണ്ടായിരിക്കും. അയാളോട് പറയണം, ചേട്ടാ അല്ലെങ്കിൽ ഇക്ക, ആ വഴിയിലൂടെ എനിക്കൊന്ന് പോകണം, ആടുകൾ അല്ലെങ്കിൽ പട്ടികൾ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ അതിനെ മാറ്റി നിർത്തും, നിനക്ക് സുരക്ഷിതമായി പോകുവാൻ സാധിക്കും. അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അഥവാ പടച്ച റബ്ബിലേക്ക് നമുക്ക് ആശ്രയിക്കുവാനും ആ പിശാചിനെ നിയന്ത്രിക്കുവാൻ കഴിവുള്ള പടച്ച റബ്ബിലേക്ക് ദിക്ർ ദുആകളിലൂടെ നമ്മൾ അടുത്തുകൊണ്ടിരുന്നാൽ, വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 97-98 ആയത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, വഖുൽ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ. പറഞ്ഞു കൊടുക്കൂ നബിയെ, ഇങ്ങനെ പറയാൻ, റബ്ബി അഊദു ബിക, എന്റെ രക്ഷിതാവേ ഞാൻ നിന്നിൽ രക്ഷ ചോദിക്കുന്നു, കാവലിനെ തേടുന്നു, മിൻ ഹമസാത്തിശ് ശയാത്തീൻ, പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന്. എനിക്ക് തെറ്റാണ് എന്ന് മനസ്സിലായ കാര്യം പലപ്പോഴും പലരും പറഞ്ഞ് അത് ഭംഗിയാക്കി നല്ലതാക്കി തോന്നിപ്പിച്ച് അത് ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറെടുക്കുന്ന ആ പിശാചിന്റെ ദുർബോധനങ്ങൾ നാനാവഴിക്കും വരുമ്പോൾ അതിൽ ഞാൻ പെട്ടുപോകാതിരിക്കാൻ പടച്ചവനെ നിന്റെ കാവൽ എനിക്ക് ആവശ്യമാണ്. വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, എന്റെ അടുക്കൽ പിശാച് സന്നിഹിതനാകുന്നതിൽ നിന്ന്, ആസന്നനാകുന്നതിൽ നിന്ന് റബ്ബെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. ഇങ്ങനെ അള്ളാഹുവിലേക്ക് നിരന്തരം കാവൽ ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളും ദുആകളും നമ്മൾ ഒരു പരിചയായി, ഒരു സുരക്ഷിതമായ കോട്ടയായി കണ്ട് ഒന്നും മറന്നു പോകാതെ ഒരു ദിക്ർ ചെല്ലാൻ ഒരു വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ നമ്മുടെ അലസതയും മടിയും അതിലൂടെ പിശാച് നമ്മെ കീഴ്പ്പെടുത്തി നമ്മൾ അശ്രദ്ധരാകുമ്പോൾ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ അവന് എളുപ്പമായിരിക്കുമെന്നാണ്. വീണ്ടും ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി സുന്ദരമായ ഒരു ഉപമ അവിടെ പറയുന്നുണ്ട്. ഇന്ന മതല ഇബ്ലീസ് മഅൽ മുത്തഖി വൽ മുഖല്ലിത്,
നന്മയും തിന്മയും ഒക്കെ പരിഗണിക്കാതെ ജീവിക്കുന്ന, എല്ലാം ചെയ്യുന്ന ആളുകളും അതേപോലെ ഹലാലും ഹറാമും അതേപോലെ നിഷിദ്ധവും വിലക്കുകളും ഒക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന മുത്തഖിയായ ഒരു മനുഷ്യനും അല്ലാത്ത മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം പിശാചിന്റെ അടുക്കൽ അവരുടെ ഒരു ഉപമ പറയുകയാണെങ്കിൽ, കറജുലിൻ ജാലിസിൻ ബൈന യദൈഹി തആമുൻ, കുറെ ഭക്ഷണ സാധനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. അയാളുടെ അടുക്കലേക്ക് ഒരു നായ കടന്നു പോയാൽ ഫമർറ ബിഹി കൽബുൻ ഫഖാല ലഹു ഇഖ്സ, അപ്പോൾ അയാൾ എന്ത് പറയും? ആ നായയെ ആട്ടിയകറ്റി പോ എന്ന് പറഞ്ഞ് ആട്ടുകയാണെങ്കിൽ ഫദഹബ, ആ നായ ആ പട്ടി ആളിൽ നിന്ന് അകന്നു പോകുമെന്ന്. എന്നാൽ ഫമർറ ബി ആഖർ, വേറൊരാളുടെ അടുക്കലേക്ക് ആ നായ കടന്നു പോകുമ്പോൾ ബൈന യദൈഹി തആമുൻ വലഹ്മുൻ, അയാൾക്ക് തിന്നുവാനുള്ള ഭക്ഷണവുമുണ്ട് അതേപോലെ മാംസവും അയാളുടെ കയ്യിലുണ്ടെങ്കിൽ ഫകുല്ലമാ അഹ്സാഹു ലം യബ്റഹ്, അതിനെ എത്ര ആട്ടിയാലും അതങ്ങ് മാറി പിന്നിലൂടെ വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഫൽ അവ്വലു മസലുൽ മുത്തഖി, ആദ്യം പറഞ്ഞ ഉപമ പടച്ചറബിന്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു ജീവിക്കുന്ന മുത്തഖിയെ പോലെയാണ്. അയാളുടെ അടുക്കലേക്ക് പിശാചിന് കടന്നു വരുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അയാൾ ഇബാദത്തുകളിലൂടെ, ദിക്ർ ദുആകളിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ എല്ലാം റബ്ബിലേക്ക് അടുക്കുമ്പോൾ സുരക്ഷിതമായൊരു കവചം അയാൾക്ക് തീർക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ ഹലാലും ഹറാമും ഒക്കെ ശ്രദ്ധിച്ച് തഖ്വ കൈക്കൊണ്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ യമുറു ബിഹി ശൈത്വാൻ ഫയക്ഫീഹി ഫീ തർദിഹി ദിക്ർ, അയാൾ ചൊല്ലുന്ന ദിക്ർ ദുആകൾ മതിയാകും ആ പിശാചിനെ ആട്ടിയകറ്റാൻ. എന്നാൽ ശ്രദ്ധയില്ലാതെ ജീവിക്കുന്ന ആളുകൾ ഹലാലാണോ ഹറാമാണോ, സമ്പാദ്യമാണെങ്കിലും തിന്നുന്നതാണെങ്കിലും ഉടുക്കുന്നതാണെങ്കിലും അതിലൊന്നും ഒരു കണിശതയും കൃത്യതയും ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ വസ്താനി മസലുൽ മുഖല്ലിദ്, അയാളാണ് മാംസവും അതേപോലെ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് പട്ടിയെ ആട്ടുന്ന ഓടിക്കുന്നവനെ പോലെ. ആ പട്ടി അയാളിൽ നിന്ന് ആക്രമണോത്സുകനായി വീണ്ടും കടന്നു വരുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ലിമക്കാനി തഖ്ലീതിഹി, അയാളുടെ ജീവിതത്തിൽ ഹലാലും ഹറാമും എന്നുള്ള വേർതിരിവില്ലാതെ ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതും ധർമ്മവും അധർമ്മവും എന്നുള്ള വേർതിരിവുകളില്ലാത്തതായതിനാൽ തീർച്ചയായും അയാളുടെ അടുക്കലേക്ക് ആ നായ എത്ര കണ്ട് ആർത്തിയോടുകൂടി കടന്നു വരുന്നുവോ ഇതുപോലെ പിശാച് അയാളിലേക്ക് കടന്നു വരും. നഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ. എന്നിട്ട് ആ പണ്ഡിതൻ പറയുകയാണ്, നാം പടച്ചറബിനോട് പിശാചിന്റെ എല്ലാ ശർറുകളിൽ നിന്നും കാവലിനെ ചോദിക്കുന്നു എന്ന്. തുടക്കത്തിൽ ഞാൻ ഓതിവെച്ച സൂറത്ത് അറാഫിലെ 16-17 ആയത്തുകൾ അള്ളാഹു നമുക്കതിന്റെ ഗൗരവം പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു നേരും വഴിയിലേക്ക് ക്ഷണിച്ചപ്പോൾ അതിൽ നിന്ന് ധിക്കരിച്ച് മാറി നിന്ന ആളാണ് പിശാച്. ആ പിശാചിന് അതുകൊണ്ട് തന്നെ പടച്ചറബിന്റെ ലഅനത്തുണ്ടായി. പക്ഷേ അതൊരു ഉയറും വാശിയുമായി പിശാച് എടുക്കുകയും ഖാല ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം, അല്ലാഹുവേ നീ എന്നെ വഴി പിഴപ്പിച്ചതിനാൽ, അഥവാ അള്ളാഹു നേരാകാൻ ഉദ്ദേശിച്ച ഒരാളെ പിഴപ്പിച്ചതല്ല, പടച്ചറബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും അനുസരിക്കുവാൻ തയ്യാറല്ലാതെ സ്വയം വഴിപിഴച്ചു പോയ പിശാച് പടച്ചറബിനെ ചാർജ് ഷീറ്റായി അവതരിപ്പിക്കുകയാണ്. ഫബിമാ അഗ്വൈതനി, നീ എന്നെ പിഴപ്പിച്ചതിനാൽ, സന്മാർഗത്തിൽ എനിക്ക് നീ ഇടം നൽകാത്തതിനാൽ, ലഅഖഉദന്ന ലഹും, അവർക്ക് വേണ്ടി ഞാൻ കരുതിയിരിക്കുക തന്നെ ചെയ്യും, സിറാത്തകൽ മുസ്തഖീം, നിന്നിലേക്കുള്ള നേരായ പാതയിൽ ഞാൻ കടന്നിരിക്കും. ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്ത് അല്പം ഗൗരവത്തോടു കൂടി വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് ഞാൻ സന്മാർഗത്തിൽ ഇരിക്കുമെന്ന് പറഞ്ഞാൽ, ഐ ലഅൽസമന്ന, ഞാൻ അവർ പിന്നാലെ കൂടുക തന്നെ ചെയ്യും. അസ്സിറാത്ത്, അള്ളാഹുവിന്റെ നേരായ പാതയിലേക്ക് അവർ കടന്നു വരുവാൻ, അതിലൂടെ സഞ്ചരിക്കാൻ അവരെ ഞാൻ സമ്മതിക്കുകയില്ല. എല്ലാ വിധേനയും വല അസ്ആ ഗായത ജുഹദി, എന്റെ മാക്സിമം പരിശ്രമം ഞാൻ നടത്തും. അലാ സദ്ദിൻ നാസി അൻഹു, ആളുകളെ ആ നേരായ പാതയിൽ നിന്ന് തടയാൻ, പടച്ചറബിലേക്ക് എത്തുന്ന സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് അവര് വഴിതെറ്റിക്കുവാൻ ഞാൻ ആവത് പരിശ്രമിക്കും. വഅദ്മി സുലൂകിഹിം ഇയ്യാഹു, അവർക്കങ്ങനെ ആ സന്മാർഗത്തിലൂടെ നടന്നു നീങ്ങാൻ സാധിക്കാത്ത അവസ്ഥ ഞാൻ ഉണ്ടാക്കും. എന്നിട്ട് പിശാച് പറയുകയാണ്, സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം, ഞാൻ അങ്ങനെ മനുഷ്യന്മാരുടെ അടുക്കലേക്ക് ചെല്ലും അവരുടെ മുൻഭാഗത്തോടുകൂടി, അതേപോലെ വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലൂടെയും ഞാൻ ചെല്ലും, വഅൻ ഐമാനിഹിം, വലതുഭാഗത്തെയും, വഅൻ ശമാഇലിഹിം, ഇടതുഭാഗത്തോടും. അഥവാ എല്ലാ വിധേനയും എല്ലാ ദിക്കുകളിൽ നിന്നും നാനാവശങ്ങളിൽ നിന്നും
പിശാച് നമ്മുടെ അടുക്കലേക്ക് വരും. വലാ തജിദു അക്സറഹും ഷാക്കിരീൻ, എന്നിട്ട് മഹാഭൂരിപക്ഷത്തെയും നിനക്ക് നന്ദിയുള്ളവരായി കാണാൻ കഴിയില്ല എന്ന് പടച്ച റബ്ബിനോട് ഒരു വെല്ലുവിളി നടത്തുകയാണ് പിശാച് എന്നാണ്. ഐ മിൻ ജമീഇൽ ജിഹാത്തി വൽ ജവാനിബ്, അഷ്ടദിക്കുകളിൽ നിന്നും എല്ലാ വിധേനയും പിശാച് കടന്നു വരും. വമിൻ കുല്ലി തരീഖിൻ യതമക്കനു ഫീഹി മിൻ ഇദ്റാകി ബഅദി മഖ്സൂദിഹി ഫീഹി, പൂർണ്ണമായി അവരെ കിട്ടിയില്ലെങ്കിലും ഏതിലെങ്കിലും അവരെ പിടിക്കുവാൻ പറ്റുമോ എന്ന ശ്രദ്ധയോടുകൂടി അത്തരം ആളുകളെ പിശാച് പാട്ടിലാക്കുവാൻ വേണ്ടി പരിശ്രമിക്കും. എന്നിട്ട് ഷെയ്ഖ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം പറയുന്ന ഒരു കാര്യം, വലമ്മ അലിമൽ ഖബീസു അന്നഹും ളുഅഫാ, മനുഷ്യരായ നമ്മൾ ദുർബലരാണ് എന്ന് ആ നീചനായ പിശാച് മനസ്സിലാക്കിയിട്ടുള്ളതിനാൽ ഖദ് തഗ്ലിബുൽ ഗഫ്ലതു അലാ കസീരിൻ മിൻഹും, മനുഷ്യന്മാരിൽ മഹാഭൂരിപക്ഷത്തെയും ഗഫ്ലത്ത്, അശ്രദ്ധ അതിജയിക്കും. എപ്പോഴും ജാഗ്രതയും ശ്രദ്ധയും ദിക്റുകളും ദുആകളും ഒന്നുമില്ലാതെ അവർ ചിലപ്പോൾ കളിതമാശകളിൽ അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്ന ആളുകളാണ്. അവർ ദുർബലരാണ്, അവരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലാൻ കഴിയും എന്ന് മനസ്സിലാക്കിയതിനാൽ വകാന ജാസിമൻ ബിബദ്ലി മജ്ഹൂദിഹി അലാ ഇഗ്വാഇഹിം, അങ്ങനെയാണെങ്കിൽ ആ അശ്രദ്ധയുടെ സമയം നോക്കി അവരെ പിടിക്കുവാൻ ശ്രമിച്ചാൽ തന്റെ ലക്ഷ്യം നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് നന്നായി അറിയുന്ന പിശാച് ആ രീതിയിൽ പരിശ്രമിക്കും. വസദ്ദഖ ലന്നഹു, ആ പിശാചിന്റെ ഊഹവും അതേപോലെ തന്നെ അവന്റെ വിചാരവുമൊക്കെ അത് സത്യമായി പുലരുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വലാ തജിദു അക്സറഹും ഷാക്കിരീൻ, മഹാഭൂരിപക്ഷത്തെയും പടച്ച റബ്ബിനോട് നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണുവാൻ സാധിക്കുകയില്ല എന്നത്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പടച്ച റബ്ബിന്റെ 100,000 അല്ലെങ്കിൽ കോടിക്കണക്കിന് നിഅമത്തുകൾ ഓരോരുത്തരായും നമ്മൾ ഓരോ നിമിഷവും അനുഭവിക്കുന്നുണ്ട്. അവയെ ഓർത്ത് റബ്ബിനെ ശുക്ർ ചെയ്യാൻ, അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ, അതല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, നിസാരമായ പ്രയാസങ്ങളില്ലാതെ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ആ ദിക്റുകളിലൂടെയെങ്കിലും ഫഇന്നൽ ഖിയാമ ബിശ്ശുക്ർ മിൻ സുലൂക്കി സിറാത്തുൽ മുസ്തഖീം, അത് നേരായ സിറാത്തുൽ മുസ്തഖീമിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വഴിയാണ്. ഏത്? നമ്മൾ ചൊല്ലുന്ന ദിക്റുകളും അദ്കാറുകളും ദുആകളും ഒക്കെ. വഇന്നമാ നബ്ബഹനല്ലാഹു അലാ മാ ഖാല വഅസമ അലാ ഫിഅലിഹി, പിശാച് ഇന്നതെല്ലാം ചെയ്യുമെന്ന് തീർച്ചപ്പെടുത്തിയത്, അള്ളാഹുവിന്റെ അടുക്കൽ ദൃഢപ്രതിജ്ഞ ചെയ്തത് എല്ലാം അള്ളാഹു നമ്മളെ അറിയിച്ചത്, ഉണർത്തിയത് എന്തിനാ? ലിനഅഖുദ മിൻഹു ഹദറന, നമ്മൾ ആ പിശാചിനെ സംബന്ധിച്ച് ജാഗ്രതയുള്ളവരായി തീരുവാൻ വേണ്ടിയാണ്. നമുക്കെതിരിൽ ഒരു ശത്രുവുണ്ട്, എപ്പോഴും നമ്മുടെ കൂടെയുണ്ടാകും, ആ ശത്രുവിനെ നമുക്ക് കാണാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ കൂടുതൽ ജാഗരൂകരായി, ജാഗ്രതയുള്ളവരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിൻ്റെതായ ആദാബുകളും മര്യാദകളും സുന്നത്തുകളും ഒക്കെ പാലിച്ച് ഒരു യഥാർത്ഥ മുത്തഖിയായി ജീവിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരാൾക്കും കടന്നു വരുവാൻ സാധിക്കാത്ത ഒരു സുരക്ഷിതമായ കവചത്തിനുള്ളിലായിരിക്കും നമ്മൾ. വനസ്തഇദ്ദ ലിഅദുവിന, നമ്മുടെ ശത്രുവിന് വേണ്ടി നമ്മൾ തയ്യാറെടുത്തിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ അതിനുവേണ്ടി പഠിപ്പിച്ചത്, ഉണർത്തിയത്. വനഹ്തരിസ മിൻഹു ബിഇൽമിന ബിത്ത്വരീഖി അല്ലതി യഅതി മിൻഹ, പിശാച് വരുന്ന വഴികളെ സംബന്ധിച്ച് നമ്മൾ എത്ര കണ്ട് ജാഗ്രതയും അറിവുള്ളവരുമാണോ എങ്കിൽ അവിടെയെല്ലാം സുരക്ഷിതരായി നമുക്ക് കടന്നു പോകുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ ഏറ്റവും വലിയ ശത്രുവിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ശത്രുവിനെ സംബന്ധിച്ച് നമ്മളിൽ മഹാഭൂരിപക്ഷവും അശ്രദ്ധരാണ് അല്ലെങ്കിൽ ഗൗനിക്കാത്തവരാണ് എന്നതാണ് ആ ശത്രുവിന്റെ വിജയം എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒന്ന്, പിശാച് കടന്നു വരുന്ന ഒരു കാര്യമായി പറഞ്ഞത് ഷിദ്ദത്തുൽ ഗളബ്, നമുക്കുണ്ടാകുന്ന ശക്തമായ ദേഷ്യം, കോപം. ഒരു പണ്ഡിതൻ പിശാചുമായി സംസാരിച്ച കാര്യം വഹബ് ഇബ്നു മുനബ്ബിഹ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഇബ്നുൽ ജൗസി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളുടെ ശിഷ്യനാണ് വഹബ് ഇബ്നു മുനബ്ബിഹ്. അദ്ദേഹം പറയുന്നു, മുൻകാലത്തെ ഒരു പണ്ഡിതനും ഒരു പിശാചുമായി നടന്ന ഒരു സംസാരമാണ്. അയ്യു അഖ്ലാഖി ബനി ആദം അഅ്വനു ലക അലൈഹിം, പിശാചിനോട് ചോദിക്കുന്നത്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും സഹായകമായ, അവരെ കീഴ്പ്പെടുത്തുവാനും അവരെ നിങ്ങളുടെ പരിധിയിൽ പിടിക്കുവാനും ഒക്കെ സാധിക്കുന്ന അവരിലുള്ള ഒരു വീക്ക്നെസ്, അവരുടെ സ്വഭാവം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഖാല അൽ ഹിദ്ദ, അവരുടെ പെട്ടെന്നുള്ള ദേഷ്യവും കോപവുമാണ്. ഷിദ്ദത്തുൽ ഗളബ്,
സഹോദരങ്ങളെ, ആ ദേഷ്യം നമ്മളിൽ പല ആളുകൾക്കുമുണ്ട്. ചിലപ്പോൾ നമ്മൾ കോപാകുലരായി പലതും പറഞ്ഞു പോകും, പലതും ചെയ്തു പോകും. ചിലപ്പോൾ ഭാര്യയോട്, ചിലപ്പോൾ മക്കളോട്, ചിലപ്പോൾ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരോട്, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളോട്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തോട് എല്ലാം ദേഷ്യം പിടിച്ച പലതും ചെയ്യുകയും പറയുകയും ചെയ്യുന്ന രീതി പിശാചിന്റെ പിടുത്തത്തിൽ നമ്മൾ പെട്ടുപോയതാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. പിശാച് പറഞ്ഞത്, ഇന്നൽ അബ്ദ ഇദാ കാന ഹദീദൻ ഖല്ലബ്നാഹു കമാ യഖ്ലിബു സിബിയാനുൽ ഖുറ. കുട്ടികൾ പന്ത് തട്ടുന്നത് പോലെ കോപാകുലരായ ഒരു മനുഷ്യൻ മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ എളുപ്പമാണ് അവനെ കുട്ടികൾ പന്ത് തട്ടുന്നത് പോലെ ഞങ്ങൾ തട്ടിക്കളിക്കുമെന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു ഉപദേശം തരണം, ഔസിനി യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ളബ്, നിനക്കുള്ള ഉപദേശം നീ കോപിക്കരുത്, ദേഷ്യപ്പിടിക്കരുത് എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം വീണ്ടും ചോദിച്ചു. അപ്പൊ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കോപിക്കരുത്, ദേഷ്യപ്പെടരുത് എന്ന്. അങ്ങനെ 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ അയാളോട് കൊടുക്കുന്ന ഉപദേശം അതാണ്. സഹോദരങ്ങളെ, നമ്മൾ ആരോടൊക്കെ ദേഷ്യപ്പെടാറുണ്ട്? എന്തിന്റെ പേരിൽ നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്? അള്ളാഹു ദേഷ്യപ്പെടുവാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു തിന്മ കണ്ടതിന്റെ പേരിൽ റബ്ബിന് വേണ്ടി കോപിച്ചവരാണ് നമ്മൾ എങ്കിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതല്ല, നമ്മുടെ താല്പര്യങ്ങൾക്ക്, നമ്മുടെ ദേഹേച്ഛകൾക്ക് അനുകൂലമായി കാര്യങ്ങൾ നടന്നില്ല എന്നതിന്റെ പേരിൽ ദേഷ്യം പിടിക്കുവാനും വാശി പിടിക്കുവാനും ആണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ പിശാചിന്റെ കയ്യിലെ കളിപ്പാട്ടങ്ങളായി നമ്മൾ മാറുന്നു എന്നാണ് തിരിച്ചറിയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്ന ഉപദേശം ഇങ്ങനെയാണ്, വഇദാ ഗളിബ്ത ഫസ്കുത്. അങ്ങനെ നിനക്ക് വല്ലാതെ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ നീ മൗനം ദീക്ഷിക്കുക, ഒരാളോടൊന്നും മിണ്ടണ്ട. സംസാരിച്ചാൽ നിന്റെ നിയന്ത്രണം വിട്ട് നീ പലതും പറഞ്ഞു പോകും. എങ്കിൽ ഭാര്യയോടാണെങ്കിലും മക്കളോടാണെങ്കിലും സഹപ്രവർത്തകരോടാണെങ്കിലും ആരോടാണെങ്കിലും നീ മൗനം ദീക്ഷിക്കണം. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ ഗളിബ്ത ഫസ്കുത്, മിണ്ടാതിരിക്കണം എന്ന് ആവർത്തിച്ചു പറഞ്ഞു. ഇന്നൽ ഗളബ മിനശ് ശൈത്താൻ, ദേഷ്യം എന്നത് പിശാചിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ആ പിശാച് ഖുലിക മിനൻ നാർ, നരകത്താൽ പടക്കപ്പെട്ടവനാണ്, തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് പിശാച്. അതുകൊണ്ട് വഇന്നമാ തുത്ഫഉൻ നാറു ബിൽ മാ, തീയിനെ കെടുത്താൻ ഏറ്റവും നല്ലത് വെള്ളമാണല്ലോ. അതുകൊണ്ട് ഫഇദാ ഗളിബ അഹദുകും ഫൽയതവല്ല, നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങൾ വേഗം പോയി ഒദു എടുക്കുക. അങ്ങനെ ശരീരം ഒന്ന് തണുത്താൽ പിശാചിനെ ബന്ധിക്കുവാൻ, പിശാചിനെ ചങ്ങലക്കിടുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന മറ്റൊരു ഉപദേശം, നമ്മൾ നിൽക്കുമ്പോഴാണ് ഗളബ്, നമ്മുടെ പ്രഷർ കൂടി ദേഷ്യം വരുന്നതെങ്കിൽ ഇരിക്കാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇരിക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം, അവിടെയും കൺട്രോൾ കിട്ടുന്നില്ലെങ്കിൽ കിടക്കാൻ പറഞ്ഞു. ഇങ്ങനെ ഗളബുമായി ബന്ധപ്പെട്ട കുറെ ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്, ആ ഗളബ്, ആ ദേഷ്യം, ആ കോപം നമ്മുടെ കൺട്രോൾ തെറ്റിച്ചു കഴിഞ്ഞാൽ, കോപാന്തതയാൽ കോപാകുലരായി എന്തെല്ലാമാണ് മനുഷ്യർ കാട്ടിക്കൂട്ടുന്നത്. സ്വന്തം മക്കളെ, ഉറ്റവരെ, ഉടയപ്പിറപ്പുകളെ നിഷ്ഠൂരമായി കൊല്ലുന്ന, ആക്രമിക്കുന്ന, ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യുന്ന പലതും ഒരു ദേഷ്യത്തിന്റെ പേരിൽ, ഒരു കോപത്തിന്റെ പേരിലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായ പിശാച് നമ്മളെ കൊണ്ട് പല തോന്നിവാസങ്ങളും ചെയ്യുവാൻ സാധ്യതയുണ്ട്, ചെയ്യിപ്പിക്കും. അതിൽ നമ്മൾ അറിയാതെ പോകുന്ന കോപം എന്ന് പറയുന്ന ആ ഒരു ദുസ്വഭാവം നമുക്കുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ, അതിനെ വരുതിയിൽ നിർത്താൻ, ചങ്ങലക്കിട്ട് പിടിച്ചു നിർത്തുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിശാചിന്റെ കയ്യിലെ കളിപ്പാട്ടമായി നമ്മൾ മാറി, നമ്മളെ കൊണ്ട് കളിച്ച് നമ്മളെ കൊണ്ട് പിശാച് നരകത്തിലേക്ക് എത്തിക്കുമെന്നുള്ള ജാഗ്രതയും ബോധ്യവും നമുക്കുണ്ടാകണം. ഇടവും വലവും മുന്നിലും പിന്നിലും മേലെയും താഴെയുമൊക്കെയായി പിശാചിന്റെ കുതന്ത്രങ്ങൾ നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ എല്ലാ ആയുധങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന ശക്തമായ കാവലായി അദ്കാറുകൾ, ദിക്ർ, ദുആകൾ നമ്മുടെ കൂടെ ഉണ്ടാകണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും എല്ലാ ശർറുകളിൽ നിന്നും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി
ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായ പല വാർത്തകളും, അതിലൊന്ന് യുദ്ധങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തകളാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു സമയത്ത് ഫലസ്തീനിലെ സാധുക്കളായ വിശ്വാസി സഹോദരങ്ങളെ അതിക്രൂരമായിട്ട് ഇസ്രായേൽ കയ്യേറുന്ന അവരുടെ സയനിസ്റ്റ് ഭീകരതയുടെ ക്രൂരമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ കണ്ടതെങ്കിൽ, മറുവശത്ത് നമ്മൾ കാണുന്നത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധവും, ഇപ്പോൾ സമീപമായി 6-7 ദിവസങ്ങൾക്കുള്ളിൽ ഇറാനിന്റെ അടുക്കൽ ആണവായുധമുണ്ട് എന്നുള്ള ഒരു വാദഗതിയുമായി ഇറാനെ ആക്രമിക്കുവാൻ ഒരുമ്പെടുകയും അങ്ങനെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പോർവിളികളും യുദ്ധവുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് പ്രത്യേകിച്ച് അതിലൊരു റോളും ശാരീരികമായി അല്ലെങ്കിൽ ആയുധ സംബന്ധമായി ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ തീരുമാനിച്ചാൽ ഒന്നും അതിന്റെ ഗതി മാറ്റുവാനും സാധിക്കുകയില്ല. എങ്കിലും ചില കാര്യങ്ങൾ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അതിലൊന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവം, യുദ്ധവാർത്തകളായി നമ്മൾ കേൾക്കുന്നതിൽ മഹാഭൂരിപക്ഷവും വാസ്തവ വിരുദ്ധമായിരിക്കുമെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇദാ തഖാറബൽ ഖിതാലു ഫലാ തുസദ്ദിഖൂ മാ യഖൂലുൻ നാസ്. യുദ്ധം അല്ലെങ്കിൽ ഏറ്റുമുട്ടലുകൾ ആസന്നമായി കഴിഞ്ഞാൽ മനുഷ്യന്മാർ പറയുന്നത് നിങ്ങൾ സത്യപ്പെടുത്തരുത്, വിശ്വസിക്കരുത്. കാരണം കിംവദന്തികൾ, കള്ളവാർത്തകൾ, വ്യാജ വാർത്തകൾ ധാരാളം ഉണ്ടാകും. പലരും പലതും പ്രചരിപ്പിക്കും. അതുകൊണ്ട് ആളുകൾ പറയുന്നതൊക്കെ കേട്ട് അപ്പോൾ തന്നെ അടുത്ത ആൾക്ക് ഫോർവേഡ് ചെയ്ത് അത് മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്ത് ഇങ്ങനെ വ്യാജം പ്രചരിക്കുന്നതിൽ നമ്മൾ കൂടി ഭാഗവാക്കരുത്. നമ്മൾ ആ സമയം ദിക്ർ ദുആകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനും ഖൈറിന് വേണ്ടി, അള്ളാഹുവെ ലോകത്തിന്റെ എവിടെയെല്ലാം നിന്റെ ദീൻ അനുസരിക്കുന്ന നിന്നിൽ വിശ്വസിച്ച വിശ്വാസികളുണ്ടോ അവർക്കൊരാപത്തും അപകടവും വരുത്താതെ നീ കാക്കണേ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അങ്ങനെയുള്ള നന്മകൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു ശക്തിയേറിയ വാശിയേറിയ ഫുട്ബോൾ മത്സരം കാണുന്നത് പോലെ പക്ഷം ചേർന്ന് അത് ആസ്വദിച്ച് അതിൽ നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ചില പണ്ഡിതന്മാർ പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്, അവ്വലു ലഹിയ്യത്തിൻ ഫിൽ ഹർബി അൽ ഹഖീഖ. യുദ്ധത്തിൽ ആദ്യം കശാഫ് ചെയ്യപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത് സത്യത്തെയായിരിക്കും. വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും ആയിരിക്കുകയില്ല നമ്മുടെ അടുക്കലേക്ക് വാർത്തകളായി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, നമ്മുടെ നാട്ടിൽ സമാധാനമുണ്ടാകാൻ, ലോകത്ത് സമാധാനമുണ്ടാകാൻ. അതേപോലെ തന്നെ വിശ്വാസത്തിന്റെ ആദർശത്തിന്റെ പേരിൽ ലോകത്ത് എവിടെയെല്ലാം വിശ്വാസി സമൂഹം പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ, പ്രയാസപ്പെടുത്തപ്പെടുന്നുണ്ടോ അവർക്കൊക്കെ വേണ്ടി മനസ്സുകൊണ്ട് അവരുടെ കൂടെ നിൽക്കാൻ, ഒരു ശരീരം പോലെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തരം ശർറുകളിൽ നിന്നും ലോകത്തെയും നമ്മെയും നമ്മുടെ നാടിനെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശ്വാസികൾ എവിടെയെല്ലാം പ്രയാസപ്പെടുന്നുണ്ടോ, ബുദ്ധിമുട്ടുന്നുണ്ടോ അവർക്കൊക്കെയും അള്ളാഹു ആശ്വാസം നൽകി സഹായിക്കുമാറാകട്ടെ. വിശിഷ്യ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ, ഈ നരനായാട്ടുകൾക്കിടയിലും പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള ഫലസ്തീനിലെ വിശ്വാസി സഹോദരങ്ങൾക്ക് നേരെയുള്ള സയനിസ്റ്റ് ഭീകര ആക്രമണങ്ങൾക്ക് ഒരു കുറവുമില്ല എന്നുള്ളതും വാർത്തകളിൽ ഇടം പിടിക്കാതെ പോകുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക എന്നത് തന്നെയാണ്. ദുആക്ക് നമ്മൾ കരുതുന്നതിലും വലിയ ശക്തിയുണ്ട് എന്നുള്ള കാര്യം നാം തിരിച്ചറിഞ്ഞ് റബ്ബിലേക്ക് നമ്മുടെ കൈകളും മനസ്സും തിരിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ശർറുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാത്തരം ശത്രുക്കളെയും കരുതി ജാഗ്രതയോടുകൂടി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക്
അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ചറബ് പാപങ്ങളൊക്കെ പുറത്ത് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم من أرادنا وأراد الإسلام والمسلمين بسوء فأشغلهم بنفسه واجعل تدبيرهم تدميرهم يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.